സാക്ഷാൽ ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും അടക്കി ഭരിച്ച ഫുട്ബോൾ ലോകത്ത് നൃത്തച്ചുവടുകൾ കൊണ്ട് വിസ്മയിപ്പിച്ച സുൽത്താന്റെ കഥ. 1992 ഫെബ്രുവരി 2 ബ്രസീലിലെ മോഗിദാസ് ക്രൂസസിൽ അവൻ ജനിച്ചു. ഫുട്ബോൾ എന്നത് ബ്രസീലിലെ കുട്ടികളുടെ DNA-യിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണെന്ന് പലകുറി നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന് ഉദാഹരണം എന്നോളം പെലെ, റൊണാൾഡോ നസാറിയോ, റൊണാൾഡീനിയോ, കഫു എന്നിങ്ങനെ വലിയൊരു ഇവർക്ക് പിൻഗാമിയായി മറ്റൊരുത്തൻ ഇനി പിറവിയെടുക്കില്ല എന്ന് വിധിച്ചവർക്ക് അന്തകനാവാൻ അവനെന്ന് പിറവി കൊണ്ടു. അങ്ങനെ 2009 സാന്റോസിലൂടെ അവൻ തൻ്റെ പ്രൊഫഷണൽ കരിയർ ആരംഭിക്കുന്നു. മനോഹരമായ നൃത്തച്ചുവടുകളിലൂടെ അവൻ കാണികളുടെ മനം കവർന്നു. അവൻ്റെ ഉള്ളിലെ ആ തീക്കനൽ തിരിച്ചറിഞ്ഞ ബാഴ്സലോണ 2013 അവനെ ടീമിലെത്തിച്ചു. പിന്നീട് നമ്മൾ സാക്ഷിയായത് ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ അറ്റാക്കിംഗ് ട്രയോയാണ് MSN, മെസ്സി, സുവാരിസ് ആൻഡ് നെയ്മർ. 2014-15 സീസണിൽ നെയ്മർ ബാഴ്സയ്ക്ക് വേണ്ടി ട്രിപ്പിൾ നേടിക്കൊടുക്കുന്നു. ലാലിഗ, കോപ്പ ഡെൽ റേ ആൻഡ് ദ മൈറ്റി ചാമ്പ്യൻസ് ലീഗ്. ഏതൊരു ഫുട്ബോൾ താരവും കൊതിച്ചു പോകുന്ന നേട്ടം. പക്ഷേ ആ ഇതിഹാസ താരത്തിലേക്കുള്ള അവൻ്റെ യാത്രയിൽ വലിയൊരു തിരിച്ചടി സംഭവിക്കുന്നു. തുടരെ അവനെ പരിക്കുകൾ വേട്ടയാടി. അവൻ്റെ നിർഭാഗ്യമെന്നോളം വളരെയധികം സീസണുകൾ അവന് നഷ്ടമായി. പക്ഷേ ഓരോ തവണ ആ മാന്ത്രികൻ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തിയപ്പോഴും പഴയ മനോഹരമായ ഫുട്ബോൾ വിസ്മയം അയാൾ നമുക്ക് മുന്നിൽ സമ്മാനിച്ചു. ഇന്ന് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കുവാനായി അവൻ സമയസൂചികളെ പിന്നിലേക്ക് വലിച്ച് സാന്റോസിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. 33 അപ്പിയറൻസുകളിൽ നിന്ന് 14 ഗോളുകൾ. യെസ്, ഹി ഈസ് നോട്ട് ഫിനിഷ്ഡ് യെറ്റ്. അയാൾ അവസാനിച്ചെന്ന് കരുതുന്നിടത്ത് നിന്ന് അയാൾ വീണ്ടും ആരംഭിക്കുന്നു. അതെ, അയാൾക്ക് ഇനിയും പലതും നേടേണ്ടതുണ്ട്. പലരുടെയും വാ അടപ്പിക്കേണ്ടതുണ്ട്. ഇന്നീ ഫുട്ബോൾ ലോകം അവരുടെ സുൽത്താൻ്റെ രാജകീയമായ തിരിച്ചുവരവിനു വേണ്ടി കാത്തിരിക്കുകയാണ്. മെസ്സിയും റൊണാൾഡോയും അടക്കി ഭരിച്ച ഫുട്ബോൾ യുഗത്തിൽ എതിരാളികളുടെ പേടി സ്വപ്നമായി മാറിയ ഞങ്ങളുടെ സുൽത്താൻ നെയ്മർ ഡാ സിൽവ സാന്റോസ് ജൂനിയർ.